എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എൻഎസ് അക്കാഡമി. ഞാൻ സൂരജ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലൂബ്രിക്കൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് അല്ലേ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ്സ് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നമ്മൾ ഇന്ന് നോക്കുന്നത് ലൂബ്രിക്കൻസ് ആണ്. അപ്പം ബേസിക്കലി നമുക്ക് ലൂബ്രിക്കൻസ് എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ബേസിക്കലി നമുക്ക് പറയാം അത് ലൈഫ് ബ്ലഡ് ഓഫ് മെഷീൻസിന്റെ ഒരു ലൈഫ് ബ്ലഡ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലെ. കാര്യം എന്ന് വെച്ചാൽ എന്താണ്, അതായത് നമുക്ക് ആ ഒരു ലൂബ്രിക്കൻ സഹായത്തോടുകൂടി നമുക്ക് മെഷീൻസിന്റെ ഒക്കെ ലൈഫ് നമുക്ക് കൂട്ടാൻ സാധിക്കും അല്ലെ. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ പറയുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. സോ ഇൻ ഗ്ലാൻസ് നമ്മളുടെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലൂബ്രിക്കൻസ് ആണ്. ദെൻ അതിന്റെ ടൈപ്സ് നമ്മൾ നോക്കുന്നുണ്ടാവും. ദെൻ അതിന്റെ പർപ്പസ്, ദെൻ അതിന്റെ പ്രോപ്പർട്ടീസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സെഷനിലേക്ക് പോകാം. സോ ലൂബ്രിക്കന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ട്, എവിടെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്? അതായത് മൂവിങ് മെഷീൻ പാർട്സുകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലൂബ്രിക്കന്റ് അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. സോ സബ്സ്റ്റൻസ് വിച്ച് അപ്ലൈ ബിറ്റ്വീൻ ടു മൂവിങ് ആൻഡ് സ്ലൈഡിങ് സർഫസ്. അപ്പം മൂവ്മെന്റ് ഉള്ള രണ്ട് സർഫസ് അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യുന്ന രണ്ട് സർഫസുകൾക്ക് ഇടയിൽ നമ്മൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നമുക്കറിയാം ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടാവുക, ലൂബ്രിക്കൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ അത്തരത്തില് മൂവിങ് പാർട്സുകൾക്കിടയിലേക്ക് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ എന്താണ് ലൂബ്രിക്കന്റ് നമ്മൾ ഒഴിക്കുന്നുണ്ട് അല്ലെ. സോ ആ ഒരു ലൂബ്രിക്കന്റ് എന്താണ് ബേസിക്കലി അവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും, അവിടെ ആ രണ്ട് ഗിയറുകൾ മെഷ് ചെയ്യുന്നിടത്ത് എന്തുണ്ടാവും, റബ്ബിങ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ കൂടുന്നുണ്ടാവും. ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാനാണ് നമ്മൾ സാധാരണ എന്ത് യൂസ് ചെയ്യുന്നുണ്ടാവുക, ഇത്തരത്തിൽ ലൂബ്രിക്കൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ല അല്ലെ. സോ ദ പ്രോസസ് ബൈ വിച്ച് ഫ്രിക്ഷൻ ബിറ്റ്വീൻ സ്ലൈഡിംഗ് സർഫസസ് റെഡ്യൂസ് നോൺ ആസ് എന്താണ്, ലൂബ്രിക്കേഷൻ. ഇത്തരത്തിൽ രണ്ട് സർഫസുകൾക്കിടയിലുള്ള അല്ലെങ്കിൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബേസിക്കലി എന്ത്, ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്, ലൂബ്രിക്കൻസിന്റെ സഹായത്തോടു കൂടി അല്ലെ. സോ അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. So with the movement of two mating parts of machine, what will generate? Heat will generate അല്ലെ. ഇത്തരത്തില് നമുക്കറിയാം രണ്ട് സർഫസ് റബ്ബ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു ഹീറ്റിനെ അവിടുന്ന് റിമൂവ് ചെയ്യണം അല്ലെ. ഹീറ്റിനെ റിമൂവ് ചെയ്യുക, ആ സർഫസ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ എന്താണ്, ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. സോ ലൂബ്രിക്കേഷൻ ഈസ് നെസസറി ടു പ്രൊട്ടക്ട് അഗൻസ്റ്റ് വെയർ ആൻഡ് ടെയർ കോസ്ഡ് ഡ്യൂ ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇത്തരത്തില് ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വെയർ ആൻഡ് ടെയർ നമുക്ക് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്, ആ ഒരു ലൈഫ് കൂട്ടാൻ സാധിക്കും അല്ലെ മെഷീന്റെ. സോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ പറഞ്ഞ ലൂബ്രിക്കന്റ് എവിടെ എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക, എ ഫിലിം ഓഫ് കൂളിംഗ് മീഡിയം അല്ലെ. ഇത്തരത്തിൽ ഒരു ഫിലിം ഫോം ചെയ്യുന്നുണ്ടാവും അല്ലെ. ആ ഒരു സർഫസിൽ ഒരു 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 എന്താണ്, സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ഓയിൽനെസ് ആയിട്ടുള്ള ഒരു ഫിലിം അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എന്താണ്, ഇത്തരത്തിൽ ആ ഒരു സർഫസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. സോ എ ഫിലിം ഓഫ് കൂളിംഗ് മീഡിയം വിത്ത് ഹൈ വിസ്കോസിറ്റി അല്ലെ. കാരണം ഇതിൽ അവിടെ ഒരു ടേം ഒന്നുണ്ട്, എന്താണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെ. ഹൈ വിസ്കോസിറ്റി ഇസ് അപ്ലൈഡ് ബിറ്റ്വീൻ ദ മേറ്റിംഗ് പാർട്സ് വിച്ച് ഈസ് നോൺ ആസ് എ ലൂബ്രിക്കന്റ് അല്ലെ. ഇത്തരത്തില് ആ ഒരു സർഫസിൽ ഒരു ഫിലിം അല്ലെ, ഒരു കോട്ടിംഗ് അല്ലെ, ഒരു ഫിലിം ഓഫ് കോട്ടിംഗ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഒരു കോട്ടിംഗ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ഒരു സർഫസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. ആരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവുക, ലൂബ്രിക്കന്റ്. സോ ദ സയൻസ് ഓഫ് ഫ്രിക്ഷൻ, ലൂബ്രിക്കേഷൻ ആൻഡ് വെയർ ഈസ് കോൾഡ് ട്രൈബോളജി. അപ്പൊ എന്താണ് ഈ ട്രൈബോളജി എന്ന് പറഞ്ഞാൽ? ട്രൈബോളജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിന്റെ സ്റ്റഡീനെ പഠിക്കുന്നവരാണ് ട്രൈബോളജി എന്ന് പറയുന്നത്. എന്തിന്റെയൊക്കെയാണ് ബേസിക്കലി ഇത്തരത്തില് എന്താണ്, അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷന്, ലൂബ്രിക്കേഷന്, വെയർ അല്ലെ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ആ ഒരു സ്റ്റഡീനെ വിളിക്കുന്ന പേരാണ് ട്രൈബോളജി എന്ന് പറയുന്നത്. സോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നമുക്ക് പറയാം ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് ഹാവിങ് എ ഓയിലി പ്രോപ്പർട്ടി അല്ലെ, ഒരു ഓയിലി പ്രോപ്പർട്ടി ഉണ്ടാവും, ഒരു വെറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ടാവും അല്ലെ, ഇൻ ദ ഫോം ഓഫ് എ ഫ്ലൂയിഡ്, സെമി ഫ്ലൂയിഡ്, സോളിഡ് സ്റ്റേറ്റ്. അപ്പൊ അത് ആ ഒരു ഓയിൽനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപക്ഷെ സോളിഡ് രീതിയിലാവാം, അല്ലെങ്കിൽ സെമി ഫ്ലൂയിഡ് ടൈപ്പ് ആവാം, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ടൈപ്പ് ആവാം. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ദ മെഷീൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ദ മെഷീൻ. മെഷീന്റെ ലൈഫ് ബ്ലഡ് എന്നറിയപ്പെടുന്നത് നമുക്ക് ലൂബ്രിക്കൻസ് എന്ന് പറയാം അല്ലെ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ മെഷീന്റെ ലൈഫ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. സോ കീപ്പിംഗ് ദ വൈറ്റൽ പാർട്സ് ഇൻ ദ പെർഫെക്റ്റ് കണ്ടീഷൻ ആൻഡ് പ്രൊലോങ്ങിങ് ദ ലൈഫ് ഓഫ് ദ മെഷീൻ അല്ലെ. മെഷീന്റെ ലൈഫ് കൂട്ടിക്കൊണ്ട് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഒരു വൈറ്റൽ ആയിട്ടുള്ള പാർട്സുകളുടെയൊക്കെ കണ്ടീഷൻ നമുക്ക് പെർഫെക്റ്റ് ആക്കി നിലനിർത്താൻ സാധിക്കും. ഇറ്റ് സേവ്സ് ദ മെഷീൻ ആൻഡ് ഇറ്റ്സ് പാർട്സ് ഫ്രം കൊറോഷൻ അല്ലെ. കൊറോഷൻ, വെയർ ആൻഡ് ടെയർ, അതുപോലെ തന്നെ മിനിമൈസ് ഫ്രിക്ഷൻ. ഇത്തരത്തിൽ കൊറോഷൻ തടയുന്നുണ്ടാവും, വെയർ ആൻഡ് ടെയർ തടയുന്നുണ്ടാവും, അതുപോലെ തന്നെ ഫ്രിക്ഷൻ മിനിമൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ആ ഒരു ലൂബ്രിക്കന്റ് ചെയ്യുന്നുണ്ടാവുക.
സോ പർപ്പസിലേക്ക് വരാൻ നമുക്ക് ആ ഒരു പർപ്പസ് ഓഫ് യൂസിങ് ലൂബ്രിക്കൻസ് അല്ലെ, ലൂബ്രിക്കൻസിന്റെ യൂസ് ചെയ്യുന്നതിന്റെ ഒരു പർപ്പസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് റെഡ്യൂസ് ഫ്രിക്ഷൻ, സംശയമൊന്നുമില്ല, ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, അതിന്റെ ഫലമായിട്ട് ഹീറ്റ് ജനറേഷൻ കുറയുന്നുണ്ടാവും. രണ്ട്, ഇറ്റ് കൂൾസ് ദ മൂവിങ് എലമെന്റ് അല്ലെ, ഇത്തരത്തിൽ മൂവിങ് എലമെന്റിലേക്ക് നമുക്ക് തണുപ്പിക്കുന്നുണ്ടാവും അല്ലെ, അവിടെയുള്ള ഹീറ്റിനെ വലിച്ചെടുത്തുകൊണ്ട് ആ ഒരു സർഫസ് അല്ലെങ്കിൽ കൂൾ ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ഇറ്റ് പ്രിവെന്റ് കൊറോഷൻ അല്ലെ, ഇത്തരത്തിൽ കൊറോഷന് വെയർ ആൻഡ് ടയർ ഒക്കെ കുറയ്ക്കുന്നു, കൊറോഷൻ അതുപോലെ തന്നെ വെയർ ആൻഡ് ടയർ ഒക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇറ്റ് ഇംപ്രൂവ്സ് മെഷീൻ എഫിഷ്യൻസി, ആ ഒരു മെഷീന്റെ എഫിഷ്യൻസി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് എയ്ഡ്സ് ഇൻ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ലോഡ് അല്ലെ, പ്രോപ്പർ ആയിട്ട് ഒരു സർഫസ് ഒരു ഫിലിം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവിടെ എന്താണ് ലോഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് എല്ലാം ഒരേപോലെ ഇതാക്കാൻ പറ്റും അല്ലെ, ഇത്തരത്തിൽ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ലോഡ് അത് ഒരുപോലെ ആക്കാൻ പറ്റും, അതിനെ സഹായിക്കുന്നുണ്ടാവും അല്ലെ. സോ ഇറ്റ് ഡസ് നോട്ട് എന്താണ്, ഇറ്റ് ഡസ് നോട്ട് ആക്ട് ആസ് എ സീൽ ഓർ റിമൂവ് ഡേർട്ട് ആൻഡ് ഓൾസോ ഡസ് നോട്ട് ട്രാൻസ്മിറ്റ് ഫ്ലൂയിഡ് പവർ, ഇത്തരത്തിൽ അവിടെ പവർ ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവില്ല, അതുപോലെ തന്നെ അവിടെയുള്ള ഡേർട്ട് ഒന്നും റിമൂവ് ചെയ്യുന്നുണ്ടാവില്ല, ഒരു സീൽ അല്ലെങ്കിൽ ഒരു സീലന്റ് ആയിട്ട് അങ്ങനെ അധികം ആക്ട് ചെയ്യുന്നുണ്ടാവില്ല. സോ എന്നിരുന്നാൽ കൂടിയും നമുക്ക് കൊറോഷന് വെയർ ആൻഡ് ടയർ അതുപോലെ തന്നെ ഹീറ്റ് അവിടുന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും, ഫ്രിക്ഷൻ കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, സോ പർപ്പസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പം ലൂബ്രിക്കൻസിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് 3 തരത്തിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. മെയിനായിട്ട് 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഒന്ന് സോളിഡ് ലൂബ്രിക്കന്റ് ടൈപ്സ്, രണ്ടാമത് സെമി സോളിഡ് അല്ലെങ്കിൽ സെമി ലിക്വിഡ് ലൂബ്രിക്കന്റ്, 3 ലിക്വിഡ് ലൂബ്രിക്കന്റ്. സോ അങ്ങനെ 3 തരത്തിലുള്ള ലൂബ്രിക്കൻസുകളാണുള്ളത്. സോളിഡ്, സെമി സോളിഡ് അല്ലെങ്കിൽ സെമി ലിക്വിഡ് ലൂബ്രിക്കൻസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം മൂന്നാമതായിട്ടാണ് ലിക്വിഡ് ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് 1 ബൈ 1 എന്താന്ന് നോക്കാം. സോളിഡ് ലൂബ്രിക്കൻസ്. അപ്പം സോളിഡ് ലൂബ്രിക്കൻസ് എന്ന് പറയുമ്പോഴേ നമ്മൾ മനസ്സിലേക്ക് എത്തേണ്ടത് അതിന്റെ എക്സാമ്പിൾസ് ആണ്. മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ലൂബ്രിക്കന്റ് ആണ്. അതുപോലെ തന്നെ മോളിബ്ഡിനം ഡൈസൾഫൈഡ് അല്ലെ, മോളിബ്ഡിനം ഡൈസൾഫൈഡ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോളിഡ് ലൂബ്രിക്കന്റ് ആണ്. ദെൻ PTFE എന്താണ്, പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ അല്ലെ, PTFE, അതുപോലെ തന്നെ വാക്സ്, അതൊക്കെ നമുക്ക് എന്ത് പറയാം, സോളിഡ് ലൂബ്രിക്കൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പം ഗ്രാഫൈറ്റ് ഉണ്ട്, മോളിബ്ഡിനം ഡൈസൾഫൈഡ് ഉണ്ട്, അതുപോലെ തന്നെ പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ, പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ അല്ലെ, PTFE നമ്മൾ പറയാറുണ്ട് അല്ലെ, PTFE. അപ്പം അത് അതുപോലെ തന്നെ വാക്സ് എന്താണ് നമുക്ക് സോളിഡ് ലൂബ്രിക്കന്റ് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഓക്കെ ഫൈൻ. അപ്പോ എന്താണ് ഈ ബേസിക്കലി സോളിഡ് ലൂബ്രിക്കന്റ് എന്ന് പറയുന്നത്, ഓരോന്നും നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അത് ഈ പറഞ്ഞത് നമ്മൾ കാണപ്പെടുന്നത് എന്തായിരിക്കും, സോളിഡ് ആയിട്ടായിരിക്കും നമ്മൾ കാണപ്പെടുന്നുണ്ടാവുക. സോ അത് അപ്ലൈ ചെയ്യുന്നത് ഒരു പക്ഷേ പൗഡർ ഫോമിലോ അല്ലെങ്കിൽ അത് എന്താണ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഓയിലൊക്കെ മിക്സ് ചെയ്ത് ഫോം ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. സോ ഇറ്റ് ഈസ് എ മോസ്റ്റ് ഗ്രാഫൈറ്റ് അതുപോലെ തന്നെ മോളിബ്ഡിനം ഡൈസൾഫൈഡ് ഒക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 സോളിഡ് ലൂബ്രിക്കൻസ്. സോ അതെന്താണെന്നുള്ളത് ബേസിക് ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കി പോകാം. ഇറ്റ് ഇസ് എ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആസ് എ സോളിഡ് ലൂബ്രിക്കന്റ്. അപ്പം ഗ്രാഫൈറ്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോളിഡ് ലൂബ്രിക്കന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഗ്രാഫൈറ്റ് നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ കാസ്റ്റ് അയൺ എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ, കാസ്റ്റ് അയൺ. അപ്പൊ കാർബൺ കണ്ടന്റ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അവിടെ ഗ്രാഫൈറ്റ് ഫോമിലായിരിക്കും ഉണ്ടാവുക അല്ലെ. സോ കാസ്റ്റ് അയണിന്റെ പ്രത്യേകത എന്താണ്, അത് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് മെറ്റീരിയൽ ആണ് അല്ലെ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ലെയ്ത്തിന്റെ ഒക്കെ ബെഡില് അല്ലെങ്കിൽ വൈബ്രേഷൻ താങ്ങാൻ അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ കാസ്റ്റ് ആൻഡ് മെഷീൻ ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല, ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാറുണ്ടോ, ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. അപ്പൊ കാസ്റ്റ് അയണിനകത്ത് ഈ കാർബൺ എന്ന് പറയുന്ന ഏത് ഫോമിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, ഗ്രാഫൈറ്റിന്റെ ഫ്ലേക്സ് ഫോമിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അല്ലെ. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ആ എന്ത് പ്രത്യേകത ഉണ്ട്, ആ ഒരു ലൂബ്രിക്കേറ്റിംഗ് പ്രത്യേകത ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഗ്രാഫൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോളിഡ് ലൂബ്രിക്കന്റ് ആണ്. ഇറ്റ് ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സോളിഡ് ലൂബ്രിക്കന്റ് ആണ് നമ്മുടെ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. സോ ഗ്രാഫൈറ്റ് ഹാസ് ലെയർ സ്ട്രക്ചർ അല്ലെ, ഇത്തരത്തിൽ നോക്കി ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ ലെയർ സ്ട്രക്ചർ ആയിട്ട് ഉണ്ടാവുക അല്ലെ, കാർബൺ ആറ്റംസ് ഇങ്ങനെ ഒരു എന്താണ് ആ ഒരു ഹെക്സാഗണൽ ഷേപ്പിലുള്ള ലേയേഴ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും അല്ലെ. സോ അത്തരത്തില് ഈ പറയുന്ന കാർബൺ ആറ്റംസ് തമ്മിൽ ആ ഒരു ബോണ്ടിങ് എങ്ങനെ ഉണ്ടാവുക, സോ ആ ബോണ്ട് എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു വാണ്ടർവാൾ ഫോഴ്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് അവിടെ എന്താണ് ഇത്തരത്തിൽ ആ ലെയർ ബൈ ലെയർ എന്ത് ചെയ്യുന്നുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ടാവും. സോ ലെയേഴ്സ് ഹെൽഡ് ടുഗദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വീക്ക് വാണ്ടർവാൾസ് അല്ലെ, ഓരോ ലെയറിനെയും പിടിച്ചു നിർത്തുന്ന ബോണ്ട് ഏതാണ്, ആ ഒരു ഫോഴ്സ് ഏതാണ്, ദാറ്റ് ഈസ് വാണ്ടർവാൾ ഫോഴ്സ് ആണ്. വളരെ വീക്ക് ആയിട്ടുള്ള ഒരു വാണ്ടർവാൾ ഫോഴ്സ് ആണ്. വിച്ച് ഫെസിലിറ്റേറ്റ് ഈസി സ്ലൈഡിങ് ഓഫ് വൺ ലെയർ ഓൺ ദ അതർ ലെയർ അല്ലെ. അത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് നമ്മൾ ആ ഒരു സ്ലൈഡിങ് പോസിബിൾ ആവുന്ന രീതിയിൽ വളരെ എന്താണ് ചെറിയൊരു ഫോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് അത് രണ്ട് ലെയറും തമ്മിൽ നിൽക്കുന്നത് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി.
സോ ഇറ്റ് ഈസ് വെരി സോപ്പി ടു ടച്ച് അല്ലെ, വളരെ വഴുക്കലായിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത്. നോൺ ഇൻഫ്ലമബിൾ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് അറ്റ് ഹയർ ടെമ്പറേച്ചർ അറൌണ്ട് 450 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, ഇത്തരത്തിൽ വളരെ ഹയർ ടെമ്പറേച്ചറിലൊക്കെ നമുക്ക് സാധാരണ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോളിഡ് ലൂബ്രിക്കന്റ് ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 450 ഡിഗ്രി സെൽഷ്യസ് ഓർത്തിരിക്കാം. ദേ ആർ എയ്തർ യൂസ്ഡ് ആസ് എ പൗഡർ ഫോം. അപ്പം ഗ്രാഫൈറ്റ് നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്, ഒന്നെങ്കിൽ പൗഡർ ഫോമിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മിക്സ് വിത്ത് ഓയിൽ ഓർ വാട്ടർ അല്ലെ, വാട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ഫൈൻ. സോ ഇത്രയാണ് നമുക്ക് ഗ്രാഫൈറ്റുമായി ബന്ധപ്പെട്ട അത്യാവശ്യം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സോ ആ ഒരു കാർബൺ ആറ്റംസ് തമ്മിൽ ഉണ്ടാവുന്ന കോവാലന്റ് ബോണ്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആ ലെയർ തമ്മിൽ ഉണ്ടാവുന്ന ഒരു വീക്ക് വണ്ടർഫുൾ ഫോഴ്സിലായിരിക്കും അതവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ആ ലെയർ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് സ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ടാവും അല്ലെ, അത് ഒന്നിനു മുതൽ ഒന്നായിട്ട് സ്ലൈഡ് ചെയ്ത് മാറുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ ഫൈൻ, ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം നോക്കിയിരിക്കാം. നെക്സ്റ്റ് ആണ് മോളിബ്ഡിനം ഡൈ സൾഫൈഡ് എന്ന് പറയുന്ന ഒരു സോളിഡ് ലൂബ്രിക്കന്റിലേക്ക് നമ്മൾ വരുന്നത്. സോ ഇറ്റ് ഈസ് എ സാൻഡ്വിച്ച് ലൈക്ക് സ്ട്രക്ചർ ഇൻ വിച്ച് ഹെക്സഗണൽ ലേയേഴ്സ് ഓഫ് മോളിബ്ഡിനം ലൈസ് ബിറ്റ്വീൻ 2 ഹെക്സഗണൽ ലേയേഴ്സ് ഓഫ് സൾഫർ അല്ലെ, ഇത്തരത്തില് ഒരു സാൻഡ്വിച്ച് രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതായത് മോളിബ്ഡിനവും സൾഫറും അല്ലെ, ഈ പറഞ്ഞ രീതിയിൽ 2 സൾഫറുകൾക്കിടയിൽ അല്ലെങ്കിൽ സൾഫർ ലെയറുകൾക്കിടയിൽ ആരാണ് ഉണ്ടാവുക, മോളിബ്ഡിനം അല്ലെ, അതാണ് മോളിബ്ഡിനം ഡൈ സൾഫൈഡ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറിലാണ് അത് ഇരിക്കുന്നുണ്ടാവുക. സോ ലൈക്ക് ഗ്രാഫൈറ്റ് ഈച്ച് ലെയേഴ്സ് ആർ ഹെൽഡ് ടുഗദർ വിത്ത് വീക്ക് വണ്ടർഫുൾ ഫോഴ്സ് അല്ലെ, ഇത്തരത്തിൽ നമ്മൾ നേരത്തെ കണ്ട ഗ്രഫൈറ്റ് പോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് 2 ലെയറുകൾ തമ്മിൽ ഒരു വീക്ക് വണ്ടർഫുൾ ഫോഴ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക അല്ലെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയും സ്ലൈഡിംഗ് പോസിബിൾ ആണ്. സ്റ്റേബിൾ അപ് ടു 400 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, ഇത്തരത്തിൽ എന്താണ് 400 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും, സ്റ്റേബിൾ ആണ്. ഇറ്റ് അഡേഴ്സ് ഈവൻ മോർ സ്ട്രോങ്ലി ടു മെറ്റൽസ് ഓർ അതർ സർഫസ് അല്ലെ, ഇത്തരത്തിൽ കുറച്ചുകൂടെ എന്താണ് സ്ട്രോങ് ആയിട്ട് ഈ പറയുന്ന രീതിയിൽ മോളിബ്ഡിനം ഡൈസൾഫൈഡ്സ് എന്താണ് അഡ്ഹർ ചെയ്തിരിക്കുന്നുണ്ടാകും എന്നുള്ളത് ഒന്ന് ഒത്തിരുന്നാൽ മതിയാകും. ഓക്കെ ഫൈൻ. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് മോളിബ്ഡിനം ഡൈസൾഫൈഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അതൊരു ഓൾട്ടർനേറ്റ് ലെയർ ഉണ്ടാവും, എന്തിന്റെയാണ്, സൾഫർ അല്ലെ, മോളിബ്ഡിനത്തിന്റെ മുകളിലും താഴെയായിട്ട് സൾഫർ ലെയറുകൾ ഉണ്ടാകും, ഹെക്സഗണൽ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. സോ അത്തരത്തില് എന്താണ് ആ ഒരു രീതിയിൽ സ്ലൈഡിങ് അല്ലെങ്കിൽ ആ ഒരു 2 ലെയറുകൾക്കിടയിൽ ആ ലെയർ ബിറ്റ്വീൻ എന്താണ് അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് വീക്ക് വണ്ടർഫുൾ ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം എന്താണ് വളരെ ചെറിയൊരു ഫോഴ്സ് ആയിരിക്കും ആ ഒരു ബോണ്ടിങ്ങിൽ ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ സ്ലൈഡ് ചെയ്ത് മാറുന്നുണ്ടാകും. അങ്ങനെ ആ ഒരു ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി നമുക്ക് കാണിക്കാൻ സാധിക്കും അല്ലെ. സോ അതാണെന്ന് ഓർത്തിരുന്നാൽ മതിയാകും. അപ്പൊ മെയിനായിട്ട് ഇത്തരത്തില് ഗ്രാഫൈറ്റും മോളിബ്ഡിനം ഡൈ സൾഫൈഡുമാണ് മെയിൻ ആയിട്ടുള്ള ഒരു സോളിഡ് ലൂബ്രിക്കന്റ് എന്ന് പറയുന്നത്. അപ്പൊ വാക്സ് ഒരു സോളിഡ് ലൂബ്രിക്കന്റ് ആണ്. ഓക്കെ അത് നമ്മൾ ഓൾറെഡി കണ്ടു. സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതാണ് സെമി സോളിഡ് ലൂബ്രിക്കന്റ് എന്ന് പറയുന്നത്. അപ്പൊ സോളിഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആണ് സെമി സോളിഡ് ലൂബ്രിക്കന്റ്. ഓക്കെ, അപ്പൊ അതിന് മെയിൻ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരാളാണ് ഗ്രീസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീസ് അല്ലെ നമ്മൾ സാധാരണ കാണാറുണ്ട് അല്ലെ, ഗ്രീസ്. അപ്പൊ അത്തരത്തിൽ ഗ്രീസ് എന്ന് പറയുന്നത് എന്താണ്, സോളിഡ് ആണോ എന്ന് വെച്ചാൽ അല്ല, ലിക്വിഡ് ആണോ എന്ന് വെച്ചാൽ അതുമല്ല അല്ലെ. അപ്പൊ അത്തരത്തിലൊരു സെമി ആയിട്ടുള്ള ഒരു സോളിഡ് ലൂബ്രിക്കന്റ് ആണ് ഗ്രീസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീസ് എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നുണ്ടാവുക, എമൽസിഫൈങ് ഓയിൽ ആൻഡ് ഫാറ്റ് വിത്ത് തിക്കനിങ് ഏജന്റ് അല്ലെ, എമൽസിഫിക്കേഷൻ ആണ് അല്ലെ, ഇത്തരത്തിൽ എന്താണ് ഓയിലും ഫാറ്റുമായിട്ട് എന്താണ് എമൽസിഫൈ ചെയ്തതിനു ശേഷം തിക്കനിങ് ഏജന്റ് ആയിട്ട് നമ്മൾ സോപ്പ് ഓഫ് സോഡിയം, കാൽഷ്യം ആൻഡ് ലിഥിയം അല്ലെ അറ്റ് ഹയർ ടെമ്പറേച്ചർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവും. ഇത്തരത്തിൽ എന്താണ് ഒരു എമൽസിഫൈങ് ഓയിൽ അല്ലെ, ഫൗണ്ട് ബൈ എമൽസിഫൈങ് എന്താണ് ഓയിൽ ആൻഡ് ഫാറ്റ് വിത്ത് തിക്കനിങ് ഏജന്റ് അല്ലെ, ഓയിലും ഫാറ്റും ഒക്കെ ആഡ് ചെയ്തിട്ട് എന്താണ് തിക്കനിങ് ഏജന്റ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവും. അത് സോപ്പ് ഓഫ് സോഡിയം ആവാം, കാൽഷ്യം ആവാം, ലിഥിയം ആവാം. സോ അത്തരത്തിൽ ഹൈ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ആ ഒരു ഗ്രീസ് എന്ന് പറയുന്ന ഒരു ഫോർമേഷനിലേക്ക് വരുന്നുണ്ടാവുക. സോ ഗ്രീസ് ആർ സെമി ലിക്വിഡ് ഓർ സോളിഡ് ലൂബ്രിക്കന്റ് ഓഫ് ഹയർ വിസ്കോസിറ്റി ദാൻ ഓയിൽ അല്ലെ, ഇത്തരത്തിൽ സെമി ലിക്വിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് നമുക്ക് പറയാം. എന്താണ് ഇത്തരത്തിലുള്ള ഒരു ഹയർ വിസ്കോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെ, ഓയിലിനെക്കാട്ടിൽ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി റെസിസ്റ്റൻസ് ടു ഫ്ലോ അല്ലെ, ഫ്ലോ ചെയ്യാനുള്ള ആ ഒരു കഴിവിന് എതിരെ അതിനെയാണ് നമ്മൾ എന്താണ് റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ് ബേസിക്കലി എന്ത് വിസ്കോസിറ്റി എന്ന് പറയുന്നത് അല്ലെ, ഫ്ലോ ചെയ്യാനുള്ള കഴിവിന് എതിരെയുള്ളതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പറയുന്ന റെസിസ്റ്റൻസ് ടു ഫ്ലോനെയാണ് വിസ്കോസിറ്റി. അപ്പോൾ വിസ്കോസിറ്റി വളരെ കൂടുതലാണ് ഗ്രീസിന്, കാര്യം അത്ര പെട്ടെന്ന് ഒഴുകി പോവില്ല. എന്നാൽ ഓയിൽ ആണെങ്കിൽ വളരെ പെട്ടെന്ന് ഒഴുകി പോവുകയും ചെയ്യും കമ്പയർഡ് ടു ഗ്രീസ് അല്ലെ. സോ ഗ്രീസ് ആർ എംപ്ലോയിഡ് വെയർ സ്ലോ സ്പീഡ് ഓഫ് ഹെവി പ്രഷർ എക്സിസ്റ്റ് അല്ലെ, ഇത്തരത്തിൽ വളരെ ചെറിയ സ്പീഡിൽ എന്നാൽ വളരെയധികം പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മൾ സാധാരണ ഗ്രീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. യൂസ്ഡ് ഫോർ ഹൈ ടെമ്പറേച്ചർ കമ്പോണൻസ് അല്ലെ, വളരെ ഹൈ ടെമ്പറേച്ചർ കമ്പോണൻസുകൾ നമ്മൾ ഗ്രീസ് പ്രിഫർ ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കാം.
ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ സെമി സോളിഡ് ലൂബ്രിക്കന്റിലേക്ക് വരുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറഞ്ഞു സോഡ ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, കാൽഷ്യം ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, ലിഥിയം ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ സോഡ ബേസ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ഈ പറയുന്ന സോഡിയം സോപ്പ എന്നാണ് നമ്മളവിടെ തിക്കനിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. നമ്മൾ സാധാരണ മിനറൽ അല്ലെങ്കിൽ പെട്രോളിയം ഓയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അതിലേക്ക് നമ്മൾ അതിന്റെ ഒരു തിക്നെസ് കൂട്ടാൻ വേണ്ടി ഗ്രീസിലേക്ക് എത്തിക്കണ്ടേ, ഒരു സെമി സോളിഡ് ലൂബ്രിക്കന്റിലേക്ക് എത്തിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യും, ഈ പറഞ്ഞ തിക്കനിങ് ഏജന്റ് ആഡ് ചെയ്യുന്നുണ്ടാവും. തിക്കനിങ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സോഡിയം സോപ്പ് ആവാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ സോഡ ബേസ്ഡ് നമ്മൾ പറയുന്നത് അല്ലെ, സോഡ ബേസ്ഡ്. ഓക്കെ, അപ്പം സോഡിയം സോപ്പാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സോഡ ബേസ്ഡ് എന്ന് പറയുന്നു. ദേ ആർ സ്ലൈറ്റ്ലി സോളുബിൾ ഇൻ വാട്ടർ അല്ലെ, ഇത്തരത്തിൽ വളരെ ചെറുതായിട്ട് വെള്ളത്തിലൊക്കെ അലിയുന്ന രീതിയിൽ സോലുബിൾ ആവുന്ന രീതിയിലാണ് ഇത്തരത്തിൽ സോഡ ബേസ്ഡ് എന്ന് പറയുന്നത്. ദേ ക്യാൻ ബി യൂസ്ഡ് അപ് ടു 175 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, അപ് ടു 175 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ഇത്തരത്തില് സോഡ ബേസ്ഡ് ആയിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ആണ് ലിഥിയം ബേസ്ഡ് എന്ന് പറയുന്നത്. സോ ലിഥിയം ബേസ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ലിഥിയം സോപ്പാണ് എമൽസിഫൈങ് വിത്ത് പെട്രോളിയം ഓയിൽ എന്ന് പറയുന്നത് അല്ലെ. തിക്കനിങ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലിഥിയം സോപ്പാണെന്നുള്ളത് ഓർത്തിരിക്കാം. സോ ദേ ആർ വാട്ടർ റെസിസ്റ്റന്റ് ആൻഡ് യൂസ്ഡ് അപ് ടു 15 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, ഇത്തരത്തിൽ വാട്ടർ റെസിസ്റ്റന്റ് ആണ്, ക്യാൻ യൂസ്ഡ് അപ് ടു 15 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, 15 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ സോഡ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 175 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. മൂന്നാമത്തതാണ് കാൽഷ്യം ബേസ്ഡ് എന്ന് പറയുന്നത്. സോ കാൽഷ്യം ബേസ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ തിക്കനിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കാൽഷ്യം സോപ്പാണെന്നുള്ള ഓർത്താൽ മതി, എമൽസിഫൈങ് വിത്ത് പെട്രോളിയം ഓയിൽ. പെട്രോളിയം ഓയിലിന് കൂടെ കാൽസ്യം സോപ്പ് കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കാൽഷ്യം ബേസ്ഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ദേ ആർ ഓൾസോ വാട്ടർ റെസിസ്റ്റന്റ് ആൻഡ് യൂസ്ഡ് അപ് ടു 80 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, ഇത്തരത്തിൽ വാട്ടർ റെസിസ്റ്റന്റ് ആണ്, അപ് ടു 80 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അറ്റ് ഹയർ ടെമ്പറേച്ചർ സോപ്പ് ആൻഡ് പെട്രോളിയം ഓയിൽ ആർ സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ. നമുക്ക് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഈ പറയുന്ന സോപ്പും പെട്രോളിയം ഓയിലും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള ആ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതും ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. സോ ഇത്തരത്തിലാണ് മെയിൻ ആയിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് സെമി സോളിഡ് ലൂബ്രിക്കന്റിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ ഫൈൻ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് ലിക്വിഡ് ലൂബ്രിക്കന്റ് എന്ന് പറയുന്നത്. ലിക്വിഡ് ലൂബ്രിക്കന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, അവിടെ ലിക്വിഡ് ഫോമിലായിരിക്കും അത് ഇരിക്കുന്നുണ്ടാവുക, മെയിൻ ആയിട്ട് ഓയിലുകളാണ് അല്ലെ. സോ അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദെയർ ഒറിജിൻ ലിക്വിഡ് ലൂബ്രിക്കന്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു മിനറൽ ഓയിൽ, അനിമൽ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, സിന്തറ്റിക് ഓയിൽ. അങ്ങനെ നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം: മിനറൽ ഓയില്, അനിമൽ ഓയില്, വെജിറ്റബിൾ ഓയില്, സിന്തറ്റിക് ഓയിൽ. സോ അനിമൽ ഓയിൽ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഇത്തരത്തില് ടാലോ ഓയില്, വെയിൽ ഓയിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. വെജിറ്റബിൾ ഓയിൽസ് ആയിട്ട് കാസ്റ്റർ ഓയില്, പാം ഓയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പെട്രോളിയം ഓയിൽസിനായിട്ട് പെട്രോളിയം ഫ്രാക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. സോ സിന്തറ്റിക് ലൂബ്രിക്കൻസ് ആയിട്ട് പോളിഗ്ലൈക്കോള്, സിലിക്കോൺസ് എക്സെട്ര നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഒന്ന് ഓർത്തിരുന്നാൽ മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇത്തരത്തിൽ വെജിറ്റബിൾ ഓയിൽസ്, പെട്രോളിയം ഓയിൽസ്, സിന്തറ്റിക് ലൂബ്രിക്കൻസ്, അനിമൽ ഓയിൽസ് ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ലൂബ്രിക്കൻസിലേക്ക് വരികയാണ്. സോ ലൂബ്രിക്കൻസിന്റെ പ്രോപ്പർട്ടീസിലേക്ക് വരുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഒന്ന്, ക്ലൗഡ് പോയിന്റ് എന്താണ് ക്ലൗഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ? സോ ക്ലൗഡ് പോയിന്റ് പറഞ്ഞാൽ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് അല്ലെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ബിക്കംസ് ക്ലൗഡി ഓർ ഹേസി അല്ലെ, ഇത്തരത്തില് ഒരു ക്ലൗഡി ആയിട്ടോ ഒരു ഹേസി ആയിട്ടോ ഒക്കെ കാണപ്പെടുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും അല്ലെ. ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ബിക്കംസ് ക്ലൗഡി ഓർ ഹേസി ഇൻ അപ്പിയറൻസ് ഈസ് വെൻ ഓയിൽ ഈസ് കൂൾഡ് അറ്റ് എ സ്പെസിഫിക് റേറ്റ് അല്ലെ. എപ്പോഴാണിത്? ഓക്കെ, ഇത്തരത്തില് ഒരു ടെമ്പറേച്ചർ വരുന്ന സമയത്ത് ഈ പറയുന്ന നമ്മളുടെ ആ ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയില് ഒരു ക്ലൗഡി ആയിട്ടോ ഒരു ഹേസി ആയിട്ടോ അപ്പിയറൻസ് കാണിക്കുന്നുണ്ടാവും. ഈ പറയുന്ന രീതിയിൽ എന്താണ്, അത് തണുപ്പിക്കുന്ന സമയത്ത് വെൻ ഓയിൽ ഈസ് കൂൾഡ് അറ്റ് എ സ്പെസിഫൈഡ് റേറ്റ്, ആ ഒരു ടെമ്പറേച്ചറിൽ നിന്നും നമ്മൾ കൂൾ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇത്തരത്തിലെ ഒരു ക്ലൗഡി അല്ലെങ്കിൽ ഹേസി ആയിട്ടുള്ള ഒരു പ്രസിപ്പിറ്റേഷൻ കാണിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലൗഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് നമുക്ക് ഇത്തരത്തിൽ കൂൾ ചെയ്ത് വരികയാണ്, തണുപ്പിച്ച് വരികയാന്നിരിക്കട്ടെ. ആ ഒരു സ്പെസിഫൈഡ് റേറ്റിൽ ഇങ്ങനെ തണുപ്പിച്ച് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പറയുന്ന നമ്മളുടെ ആ ഒരു ലൂബ്രിക്കന്റ് ഒരു ക്ലൗഡി അല്ലെങ്കിൽ ഒരു ഹേസി ഫോമിലേക്ക് മാറുന്നുണ്ടാവും പ്രസിപ്പിറ്റേഷൻ. അപ്പൊ അതിനെ നമ്മൾ ക്ലൗഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കേണ്ടത് ഓയിൽനെസ് ആണ്. ഓയിൽനെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓയിൽനെസ് ടേംസ് റിലേറ്റഡ് ടു ലൂബ്രിക്കന്റ് ടെൻഡൻസി ടു വെറ്റ് ആൻഡ് അഡ്ഹർ ടു എ സർഫസ് അല്ലെ, ഇത്തരത്തിൽ വെറ്റിംഗ് ആക്ഷൻ കൊടുക്കാനും അതുപോലെ തന്നെ സർഫസിലേക്ക് അഡ്ഹർ ചെയ്യാനുമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ബേസിക്കലി ഓയിൽനെസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം വളരെ സ്ലിപ്പറി ആയിട്ടുള്ള ഒരു ഫിലിം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. സോ അത്തരത്തിൽ എല്ലായ്പ്പോഴും വെറ്റ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ആ ഒരു ഫിലിം എല്ലായ്പ്പോഴും സർഫസിൽ ഔട്ട് അല്ലെങ്കിൽ സ്റ്റിക്ക് ആയിട്ട് തന്നെ ഇരിക്കണം അല്ലെ. സോ വിത്ത് തിൻ ലെയർ ഓഫ് ഓയിൽ ഫിലിം ഈസ് ഫോംഡ് ഇൻ ബിറ്റ്വീൻ ടു മൂവിംഗ് പാർട്സ് അല്ലെ. ഒരു തിൻ ലെയർ
നമ്മൾ എല്ലായ്പ്പോഴും മൂവിങ് പാർട്സിനുകൾക്കിടയിൽ ഒരു തിൻ ലെയർ ആ ഒരു മൂവിങ് പാർട്സുകൾക്കിടയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനെയാണ് നമ്മൾ ഓയിൽനെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം കണ്ട രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ക്ലൗഡ് പോയിന്റ് എന്താണ്, അതുപോലെ തന്നെ ഓയിൽനെസ് എന്താണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു പ്രോപ്പർട്ടിയാണ് പോർ പോയിന്റ് എന്ന് പറയുന്നത്. പോർ പോയിന്റ് അല്ലെ, പോർ പോയിന്റ്. സോ പോർ പോയിന്റ് ഓഫ് എ ലൂബ്രിക്കന്റ് ആർ ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ആൻ ഓയിൽ വിൽ ഫ്ലോ ഫ്രം ഇറ്റ്സ് കണ്ടെയ്നർ അല്ലെ. ആ ഒരു കണ്ടെയ്നറിനുള്ളിൽ നിന്നും ഏറ്റവും താഴ്ന്ന ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ താഴ്ന്ന ടെമ്പറേച്ചറിൽ എന്താണ് അത് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് വിളിക്കുന്നവരാണ് പോർ പോയിന്റ്. ഓക്കെ, നമ്മുടെ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരികയാണ്. നമുക്ക് ഏത് ടെമ്പറേച്ചർ വരെ നമുക്ക് അതിനെ ആ കണ്ടെയ്നറിൽ നമുക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റും അല്ലെ, നമുക്കത് പോർ ചെയ്ത് മാറ്റാൻ പറ്റും. ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ നമുക്ക് എന്താ പറയാം, പോർ പോയിന്റ് എന്ന് പറയാം. സോ അറ്റ് ലോ ടെമ്പറേച്ചർ അല്ലെ, താഴ്ന്ന ടെമ്പറേച്ചറിൽ വിസ്കോസിറ്റി ഓഫ് ഓയിൽ ഫോംസ് വാക്സ് ക്രിസ്റ്റൽസ് അല്ലെ. ഇത്തരത്തിൽ ടെമ്പറേച്ചർ താഴ്ന്നതനുസരിച്ച് വിസ്കോസിറ്റി കൂടുന്നുണ്ടാവും അല്ലെ. അറ്റ് ലോ ടെമ്പറേച്ചർ വിസ്കോസിറ്റി ഓഫ് ഓയിൽ ഫോംസ് വാക്സ് ക്രിസ്റ്റൽസ് അല്ലെ. ഇത്തരത്തിലെ വിസ്കോസിറ്റി കാരണം അവിടെ എന്തുണ്ടാവും, വാക്സ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നുണ്ടാവും. ഇത്തരത്തിൽ ആ വാക്സിന്റെ ക്രിസ്റ്റൽസ് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഫിൽറ്റേഴ്സിലൊക്കെ ക്ലോഗ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്മോൾ ഓപ്പണിങ്സിലൊക്കെ എന്താണ് ഇത്തരത്തില് തടയായിട്ട് നിൽക്കുക അല്ലെ. ഇത്തരത്തിൽ എന്താണ് അവിടെ ആ ഒരു ഫ്ലോനെ തടയുന്നുണ്ടാവും. സോ ഇത്തരത്തിൽ വിസ്കോസിറ്റി കൂടിക്കൊണ്ട് ഈ പറയുന്ന ഫിൽറ്റേഴ്സിലൊക്കെ വന്നിട്ട് എന്താണ് അടിഞ്ഞു കൂടുന്നുണ്ടാവും അല്ലെ, ക്ലോഗ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്മോൾ ഓപ്പണിങ്സിന്റെ അവിടെ ക്ലോഗ് ചെയ്യുന്നുണ്ടാവും. അപ്പോ അങ്ങനെ ഒരു ടെൻഡൻസി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുഡ് ലൂബ്രിക്കന്റ് ഷുഡ് പോസസ് ലോ പോർ പോയിന്റ് അല്ലെ. ഇത്തരത്തില് ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചറിലും അതിനെ നമുക്ക് ഒഴിച്ചു മാറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പോർ പോയിന്റ് എന്ന് പറഞ്ഞാൽ, സോ പോർ പോയിന്റ് ഓഫ് എ ലൂബ്രിക്കൻസ് ആർ ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ആൻ ഓയിൽ വിൽ ഫ്ലോ ഫ്രം ഇറ്റ്സ് കണ്ടെയ്നർ അല്ലെ. കണ്ടെയ്നറിൽ നിന്നും നമുക്ക് വെള്ളം പോലെ നമുക്ക് അതിനെ ഒഴിച്ചു മാറ്റാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവും. ആ അവസ്ഥയ്ക്ക് എത്രയും താഴ്ന്ന ടെമ്പറേച്ചറിൽ പോകാമോ ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ നമുക്ക് എന്ത് പറയാം, പോർ പോയിന്റ് എന്ന് പറയാം. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റി അല്ലെ, വിസ്കോസിറ്റി നമുക്കറിയാം റെസിസ്റ്റൻസ് ഫ്ലോ തന്നെയാണ് അല്ലെ, നമ്മൾ ഫ്ലൂയിഡിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ വിസ്കോസിറ്റി ഇസ് എ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് ദാറ്റ് ഡിറ്റർമൈൻസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു ഫ്ലോ അല്ലെ. ആ ഒരു ഫ്ലോ ചെയ്യുന്നതിന് ഓപ്പോസിഷൻ അല്ലെ, റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, വിസ്കോസിറ്റി എന്ന് പറയാം. സോ ഇറ്റ് ഇസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ഫ്ലോ എബിലിറ്റി ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. ഫ്ലോ എബിലിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടേം ആണ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ലോവർ വിസ്കോസിറ്റി ഗ്രേറ്റർ വിൽ ബി ദ ഫ്ലോ എബിലിറ്റി അല്ലെ. ഇത്തരത്തില് വിസ്കോസിറ്റി കുറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫ്ലോബിലിറ്റി ഉണ്ടാവും, നല്ല രീതിയിൽ ഒഴുകി പോകുന്നുണ്ടാവും. സോ വിസ്കോസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒഴുകാനുള്ള ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവും അല്ലെ. സോ ഇഫ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ വിസ്കോസിറ്റി ഓഫ് ദ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഇസ് ഡിക്രീസസ് അല്ലെ. ഇത്തരത്തില് ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ വിസ്കോസിറ്റി വിൽ ബി റെഡ്യൂസ്ഡ് അല്ലെ. ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ വിസ്കോസിറ്റി ഓഫ് ദ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഡിക്രീസ് ആൻഡ് പ്രഷർ ഇൻക്രീസസ്, വിസ്കോസിറ്റി ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഇൻക്രീസസ്. പ്രഷർ കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വിസ്കോസിറ്റി കൂടും എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ വിസ്കോസിറ്റി കുറയും, അതുപോലെ തന്നെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വിസ്കോസിറ്റി ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഇസ് ഇൻക്രീസസ് അല്ലെ. വിസ്കോസിറ്റി കൂടും എന്നുള്ളത് ഓർത്തിരിക്കാം. ഇറ്റ്സ് ഇൻഡിക്കേറ്റ്സ് ദ വിസ്കോസിറ്റി ഓഫ് lubricant by numbers such as SAE അല്ലെ, സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് 0 to 60 വരെ പറയാറുണ്ട് അല്ലെ. ഇത്തരത്തില് 0 to 60 എന്ന് ഉദ്ദേശിക്കുന്നത് 0 മുതൽ 60 വരെ അതിന്റെ എന്താണ് വിസ്കോസിറ്റി ഇൻഡെക്സ് ആണ് അവിടെ മെയിൻ ആയിട്ട് അവിടെ ആ ഒരു നമ്പേഴ്സ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. സോ ഇത്തരത്തില് ലൂബ്രിക്കന്റിന്റെ ഒക്കെ വിസ്കോസിറ്റി നമ്മൾ പലപ്പോഴും നമ്പേഴ്സിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് വിസ്കോസിറ്റി കൂടും. So a good lubricating oil is that whose viscosity does not change with the temperature. നല്ല ആ ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നതിന്റെ കൂട്ട തന്നെ വിസ്കോസിറ്റിയും ചേഞ്ച് ആവില്ല എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഗുഡ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ദാറ്റ് ഹൂസ് വിസ്കോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്. അവിടെ വിസ്കോസിറ്റി ചേഞ്ച് വരുമോ? ഇല്ല. ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനൊപ്പം വിസ്കോസിറ്റിക്ക് ചേഞ്ച് വരില്ല ഒരു നല്ല ലൂബ്രിക്കന്റ് ആണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയത് വിസ്കോസിറ്റിയാണ്. വിസ്കോസിറ്റി എന്ന റെസിസ്റ്റൻസ് ഫ്ലോ ചെയ്യാനുള്ള ആ ഒരു ഫ്ലോ ചെയ്യുന്നതിനെതിരെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ബേസിക്കലി വിസ്കോസിറ്റി എന്ന് പറയുന്നത് അല്ലെ. സോ വിസ്കോസിറ്റി കൂടുമ്പം ആ ഒരു ഫ്ലോയബിലിറ്റി കുറയും എന്നുള്ളത് കണ്ടു. അപ്പം ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ സംബന്ധിച്ചോളം വിസ്കോസിറ്റി ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ വിസ്കോസിറ്റി കുറയും, എന്നാൽ പ്രഷർ കൂടുകയാണെന്നുണ്ടെങ്കിൽ വിസ്കോസിറ്റി കൂടും എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. സാധാരണ രീതിയിൽ നമ്പേഴ്സ് ആണ്, നമ്മൾ നമ്പേഴ്സ് വെച്ചിട്ട് ഇത്തരത്തില് നമ്മൾ വിസ്കോസിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. 0 to 60 വരെയൊക്കെ നമ്മൾ സാധാരണ SAയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓർത്തിരിക്കുക.
നെക്സ്റ്റ് വിസ്കോസിറ്റി ഇൻഡെക്സ് ആണ്. വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ദ വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ് വിത്ത് ടെമ്പറേച്ചർ ഇസ് കോൾഡ് വിസ്കോസിറ്റി ഇൻഡെക്സ് അല്ലെ. ഇത്തരത്തില് ആ ഒരു വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ വിസ്കോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ അല്ലെ. സോ ദ വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് വിത്ത് ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിനനുസൃതമായിട്ട് അവിടെ വിസ്കോസിറ്റി വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്, വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയാം. സോ ഇൻഡെക്സ് ഈസ് ദ വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് വിത്ത് ടെമ്പറേച്ചർ. സോ റിലേറ്റീവ്ലി സ്മോൾ ചേഞ്ച് ഇൻ വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ്. ഇത്തരത്തില് എന്താണ്, വളരെ ചെറിയ ചേഞ്ച്, സ്മോൾ ചേഞ്ച് ഇൻ വിസ്കോസിറ്റി ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റ് ദാറ്റ് ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ്. ലോ വിസ്കോസിറ്റി ഇൻഡെക്സ് ഷോസ് റിലേറ്റീവ്ലി ലാർജ് ചേഞ്ച് ഇൻ വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ. ഇത്തരത്തില് ലോ വിസ്കോസിറ്റി ഇൻഡെക്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ലാർജ് ചേഞ്ച് ഇൻ വിസ്കോസിറ്റി ആണെന്നുള്ളതും ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. സോ അത് ഒന്ന് ഓർത്തിരുന്നാൽ മതിയാകും എങ്ങനെയാണ് വിസ്കോസിറ്റി ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഫ്ലാഷ് പോയിന്റ്. എന്താണ് ഫ്ലാഷ് പോയിന്റ്? സോ ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആ ഒരു ടെമ്പറേച്ചർ, ഇപ്പം ലൂബ്രിക്കന്റ് ഉണ്ടാവും, ലൂബ്രിക്കന്റിലേക്ക് ടെമ്പറേച്ചർ വന്നു, ടെമ്പറേച്ചർ കൂടി 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 വന്നിട്ട് ഒരു പുക വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അല്ലെ, കത്തുന്നതിന് മുന്നേ ഒരു പുക വരുമല്ലോ. സോ ഫ്ലാഷ് പോയിന്റ് ഓഫ് എ വോളറ്റൈൽ material is the lowest temperature at which vapors of the material will ignite from a moment when the ignition source brought into near to it. അത്തരത്തില് ഒരു ഇഗ്നിഷൻ സോഴ്സ് അതായത് ഫയർ നമ്മൾ അതിന്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ മൊമെന്റ് പെട്ടെന്നൊന്ന് വേപ്പർ ഒന്ന് കത്തി അണയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ നമുക്ക് പറയാം ഫ്ലാഷ് പോയിന്റ് എന്ന് പറയാം. സോ ഫ്ലാഷ് പോയിന്റ് ഓഫ് എ വോളറ്റൈൽ മെറ്റീരിയൽ ഈസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ ഓഫ് ദ മെറ്റീരിയൽ അല്ലെ, ആ ഒരു മെറ്റീരിയലിന്റെ വേപ്പർ ഫോം എന്താണ്, വിൽ ഇഗ്നൈറ്റ് അല്ലെ, അവിടെ ഒരു ചെറിയ ഇഗ്നിഷൻ ഉണ്ടാവും ഫോർ എ മൊമെന്റ്, ഒരു ചെറിയ മൊമെന്റിലേക്ക്, ഒരു പർട്ടിക്കുലർ 1-2 സെക്കൻഡിലേക്ക് മാത്രം എന്താണ് ഇത്തരത്തില് ഒരു ചെറിയ ഇഗ്നിഷൻ നടന്നുകൊണ്ട്, ഒരു പർട്ടിക്കുലർ മൊമെന്റിലേക്ക് മാത്രം ഒരു ഇഗ്നിഷൻ നടന്നുകൊണ്ട് ആ വേപ്പർ ഫോം ഇഗ്നൈറ്റ് ആവുന്നുണ്ടാവും അല്ലെ. സോ വെൻ ഇഗ്നിഷൻ സോഴ്സ് ബ്രോട്ട് നിയർ ടു ഇറ്റ് അല്ലെ, ഇത്തരത്തില് ഫയർ അതിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ 4-5 സെക്കൻഡ് അല്ലെങ്കിൽ 2-3 സെക്കൻഡ് അത് കത്തി അണയുന്നുണ്ടാവും. സോ അതിനെയാണ് ബേസിക്കലി എന്ത്, ഫ്ലാഷ് പോയിന്റ്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ലോവസ്റ്റ് ടെമ്പറേച്ചർ, ആ ഒരു ലോവസ്റ്റ് ടെമ്പറേച്ചറിനെ നമുക്ക് വിളിക്കാം ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നുണ്ടാവും. സോ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഷുഡ് ഹാവ് ഫ്ലാഷ് പോയിന്റ് റീസണബിളി എബോവ് ഇറ്റ്സ് വർക്കിംഗ് ടെമ്പറേച്ചർ അല്ലെ, വർക്കിംഗ് ടെമ്പറേച്ചറിന് മുകളിലായിരിക്കണം അതിന്റെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ ഫ്ലാഷ് പോയിന്റ് എന്നുള്ളത്. സോ ഈ 2 പോയിന്റ് കൃത്യമായിട്ട് നോക്കിയാൽ മതിയാകും ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെയാണോ ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ? ഓക്കെയാണോ? ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വോളറ്റൈൽ മെറ്റീരിയൽ ഒക്കെ ഉണ്ടാവില്ല, അത് വേപ്പർ ഫോമിലേക്ക് മാറും. വേപ്പർ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തീ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ, ഫയർ അതിന്റെ അടുത്തേക്ക് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് കത്തുന്നുണ്ടാവും, കത്തിയിടാൻ അണയുന്നുണ്ടാവും. സോ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന, ലോവസ്റ്റ് ടെമ്പറേച്ചറിനെ വിളിക്കുന്നവരാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഫയർ പോയിന്റ്. ഫയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഓയിൽ ക്യാച്ചസ് ഫയർ ആൻഡ് കണ്ടിന്യൂസ് ടു ബി ഇൻ ഫ്ലെയിം അല്ലെ. നമ്മൾ നേരത്തെ കണ്ട പോലെ പെട്ടെന്നൊന്നും ഒരു മൊമെന്ററി ആയിട്ടുള്ള ഒരു ഇഗ്നിഷൻ മാത്രമല്ല, ഇവിടെ എന്താണ്, തീ പിടിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലെയിം കത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഫയർ പോയിന്റ് ഓഫ് എ ഫ്യൂവൽ ഈസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ ഓഫ് ദാറ്റ് ഫ്യൂവൽ വിൽ കണ്ടിന്യൂ ടു ബേൺ ഫോർ അറ്റ്ലീസ്റ്റ് 5 സെക്കൻഡ്. ആ ഒരു 5 സെക്കൻഡ് വരെയെങ്കിലും എന്താണ്, നമുക്ക് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫ്ലെയിം അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ നമുക്ക് ഫയർ പോയിന്റ് പറയാം. വെൻ ഇഗ്നിഷൻ സോഴ്സ് ബ്രോട്ട് നിയർ ടു ഇറ്റ് അല്ലെ, ഈ പറഞ്ഞ ഇഗ്നിഷൻ സോഴ്സ് അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് 5 സെക്കൻഡ് ഇത് കത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫയർ പോയിന്റ് അല്ലെ. ഒരു മൊമെന്റ്, ഒരു പർട്ടിക്കുലർ മൊമെന്റ് വന്നിട്ട് അല്ലെ 1-2 സെക്കൻഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്താണ്, ദാറ്റ് ഈസ് ഫ്ലാഷ് പോയിന്റ് അല്ലെ. ജസ്റ്റ് ഫ്ലാഷ് ഒന്ന് പോയി അണഞ്ഞു എന്ന് പറയാം, അതാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഫയർ പോയിന്റ് ഈസ് അറൌണ്ട് 10 ഡിഗ്രി സെൽഷ്യസ് ഹയർ ദാൻ ഫ്ലാഷ് പോയിന്റ് അല്ലെ. ഫ്ലാഷ് പോയിന്റിനെക്കാട്ടിലും ഏകദേശം 10 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ഹയർ ആയിരിക്കും എല്ലായ്പ്പോഴും എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കാം. സോ ഫയർ പോയിന്റ് ഈസ് അറൌണ്ട് 10 ഡിഗ്രി സെൽഷ്യസ് ഹയർ ദാൻ ഫ്ലാഷ് പോയിന്റ്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ആണ് എമൽസിഫിക്കേഷൻ ആൻഡ് ഡി എമൽസിഫിക്കേഷൻ അല്ലെ. എമൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, എമൽസിഫിക്കേഷൻ ഇൻഡിക്കേറ്റ് ദ ടെൻഡൻസി ഓഫ് ആൻ ഓയിൽ ടു മിക്സ് വിത്ത് ഇന്റിമേറ്റ്ലി വിത്ത് വാട്ടർ അല്ലെ. ഇത്തരത്തില് ഓയിലിനെ നമ്മൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ എമൽഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. സോ എമൽസിഫിക്കേഷൻ ഇൻഡിക്കേറ്റ്സ് ദ ടെൻഡൻസി ഓഫ് ആൻ ഓയിൽ ടു മിക്സ് ഇന്റിമേറ്റ്ലി വിത്ത് വാട്ടർ ടു ഫോം മോർ ഓർ ലെസ് സ്റ്റേബിൾ എമൽഷൻ. ഇത്തരത്തില് വെള്ളവുമായിട്ട് ചേർന്ന് ഒരു എന്താണ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എമൽഷൻ ഫോം ചെയ്യുന്ന ഒരു പ്രോസസ് വിളിക്കുന്നവരാണ് എമൽസിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ തിരിച്ച് ഡി എമൽസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതായത് നമ്മൾ തിരിച്ച് അല്ലെ, ഇത്തരത്തില് രണ്ടും രണ്ടായിട്ട് മാറുന്ന സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്നവരാണ് ഡി എമൽസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. സോ ഡി എമൽസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡിക്കേറ്റ്സ് ദ റെഡിനെസ് വിത്ത് വിച്ച് സബ്സിക്വന്റ് സെപ്പറേഷൻ വിൽ ഒക്കർ അല്ലെ. ഇത്തരത്തില്
എന്താണ് ഓയിലും വാട്ടറും രണ്ടായി മാറുന്ന ഒരു പ്രോസസ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ഡി എമൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ എമൽസിഫിക്കേഷനും ഡി എമൽസിഫിക്കേഷനും എന്താണെന്നുള്ളത് ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ ഫൈൻ.